പൂവച്ച ബ്ലൗസുകൾ, ബ്രേസിയേഴ്സ്. അതാണ് കരയ്ക്ക് ആരും ഇല്ലേ? വാ. സാരി സാരി, പട്ട് സാരി. എലിക്കുട്ടിയെ, എന്തുവാ? കണ്ണാടി ഒട്ടിച്ച ബ്ലൗസ് പീസുകൾ, സാരികൾ, ലുങ്കികൾ, ബ്രേസിയേഴ്സ്. ഒന്നും വേണ്ടേ? ഈ പൂത്ത സാധനം ആർക്ക് വേണം മത്തായിച്ച? ഇത്രയും പൂത്തുളിഞ്ഞിട്ടും എന്തേ ആരും കൊണ്ടുപോകാഞ്ഞേ? അതിന് തന്നെ പോലുള്ള കൊച്ചാണന്മാരല്ലേ ഈ നാട്ടില്, പിന്നെങ്ങനാ? എന്റെ ഈശോയെ, ഈ വെള്ളമായ വെള്ളത്തിൽ വള്ളം തുഴഞ്ഞ് അങ്ങക്കരെ നെടുമുടിക്കടവിലിറങ്ങി അവിടെ ആലപ്പുഴയ്ക്കുള്ള ബസ്സും പിടിച്ച് മുല്ലക്കിലിറങ്ങി കണ്ട ജൗളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് നിന്നെ പോലെ ഉള്ളവന്മാർക്ക് കടം തന്നിട്ട് ഞാൻ കാശ് ചോദിക്കുമ്പോ കൈമലർത്തി കാണിക്കുന്നോ? മോന്തിയ കാശിങ്ങ വന്നു പോ, രാവിലെ വരെ പണിയുണ്ട് എനിക്ക്. എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പോ കടം, അതും തവണ. ഞാൻ എന്തേലും വാങ്ങിച്ച അത് രൊക്കം. ഇതെന്നാ കോപ്പിലെ ന്യായമാരാ ഗംഗാര? ഞാൻ ഇനിയും കുടിക്കും, പക്ഷെ കാശ് തരികയില്ല. തരത്തില്ലയോ? എടാ ഗാട്ടാ കുസ്തി താഹേ, ഒന്നുമ്മ വയ്ക്കാൻ വന്നതാ. എന്നാ വന്ന് വച്ചേച്ചുമ്പോ ചുണ വേണോടാമ്പിള്ളാർക്ക്. ഒത്തിരി മാംസം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാശ് കിട്ടിയാ പോരെ തനിക്ക്? വാ. നീ തരുമെന്ന് എനിക്കറിയാം. നീ ആടാ ആൺകുട്ടി. താഹാ പാവം മത്തായച്ചനിട്ട് ചെയ്ത് എന്തായാലും ശരിയായില്ല. അവള് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നീ കാണിച്ച തോന്നിയാസാ. തടിയും എടുക്കും കാണിക്കേണ്ടത് ഗോദായില്, അല്ലാണ്ട് മുന്തമ്പഴം പോലെ ഇരിക്കുന്ന ആ മൂപ്പിന്റെ പുറത്തല്ല. എന്റെ ഈ ഇക്കാക്കയുടെ മുഖത്ത് നോക്കി അവൻ എന്തൊക്കെ പറഞ്ഞു നിനക്കറിയോ? ഞങ്ങക്കെന്താ കരുതലായിട്ടാ? ബോട്ട് കടവിലെ സംഘക്കാർക്ക് പണ്ടേ ചന്തക്കാരെ കണ്ടാ ചൊറിച്ചില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലേ കുഴപ്പാ. സൈനവാ, നീ ഇച്ചിരി മീൻചാറോട് പോയി. താഹുണ്ടോളാത്ത ഒന്ന് ഇറങ്ങി വാ മോനെ. ബോട്ട് കടവിന്ന് രാഘവൻ വന്നേക്കുന്നു, ഉപ്പൻ രാഘവൻ. നിന്നെ ഒന്ന് കാണാനാ. നീ അവിടെ ഇരി. നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സന്തോഷം. നിന്റെ അനിയനെ വിളിക്കേ. എന്തോത്തിനാ? ഒന്ന് താങ്ങാൻ. വിടറാനെ. നീയൊന്നും മിണ്ടാതിരിടാ. ഈ പാതിരാത്രിക്ക് തന്നെ വേണോടാ ചോദ്യവും പറച്ചിലും ഒക്കെ? നിന്റെ അപ്പന്റെ അനുഭവം മറക്കണ്ട, നീ പോ. ആ അച്ഛന്റെ മോനാ ഞാനെന്നുള്ള കാര്യം താനും മറക്കണ്ട. കണ്ടോ, അച്ഛൻ തന്നതാ. വെട്ടിക്കൊന്ന് വെള്ളത്തിൽ തള്ളുന്നത് വരെ ഇവിടുത്തെ ചന്തക്കവലയും ബോട്ട് കടവും അടക്കി ഭരിച്ചിരുന്നത് ഈ രാഘവന്റെ തന്ത പായ് പ്രവാസമുള്ളവനാടോ. പഴയ ചരിത്രം പറഞ്ഞ് നീ പേടിപ്പിക്കലടാ മോനെ. നീ പോ. രാഘവൻ കാണാൻ വന്നാ കണ്ടേച്ചേ പോകത്തുള്ളൂ. ഒരയ്ക്കാ തീരെ പിടിച്ചെടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പ്രായമായൊരു പെണ്ണകത്തുള്ളതുകൊണ്ടാ. താഹേ, മര്യാദയ്ക്ക് നീ ഇറങ്ങി വരുന്നോ അതോ ഞാൻ അകത്തോട്ട് വരണോ? നിനക്കെന്താ വേണ്ടേ? നീ എന്തിനാ ജൗളി മത്തായിയെ തല്ലിയേ? അത് ചോദിക്കാൻ നീ ആരാടാ പട്ടി? അയാളെ തല്ല നീ ആരാ? എന്റെ നെഞ്ചത്തോട്ട് കയറി താളം ചവിട്ടാൻ വന്നാല് ഞാൻ അവന്റെ കാലിൽ വെള്ളം കുടിക്കണോ? കൊടുക്കാനുള്ള കാശ് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചപ്പോ അയാൾ നിന്നെ ഉമ്മ വേണോടാ. ചത്തുപോയ നിന്റെ തന്തയുടെ പ്രേതത്തിന്റെ ബലത്തില് നീ ഒരുപാടങ്ങ് പൊങ്ങണ്ട. ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും. ചെവളി മൂപ്പിനെ മാത്രമല്ല, വേണ്ടി വന്നാൽ നിന്നെ.
എനിക്ക് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ മോഹമൊന്നുമില്ല. നേരം വെളുക്കുമ്പോൾ ജൗളിമത്തായുടെ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അന്നേരം ആരും പിടിച്ചു മാറ്റാൻ നോക്കണ്ട. വഴിന്ന് മാറിക്കടി. നീ നിന്നോടാ പറഞ്ഞ വഴിന്ന് മാറിയിക്കാൻ. മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പൊക്കിയെടുത്ത് എന്റെ പെരയിലോട്ട് കൊണ്ടുപോകും. പിന്നെ ഇന്നെന്താ നിങ്ങളുടെ മണമില്ലല്ലോ? കള്ളിന്റെ മണം. മണം പിടിക്കാനുള്ള പോക്കാ. ഇതാ വരണ്ടോ? വരട്ടെ. അയ്യോ, ഞങ്ങളുടെ ആൾക്കാർ അത്ര പൂശണ പോലെ നല്ലതാ നിങ്ങളുടെ കള്ളിന്റെ മണം. ഹറാമായതൊന്നും കൊള്ളാമെന്ന് പറയല്ലേ. നീ ഒരു മുസ്ലിം പെണ്ണാ. അള്ളാന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണാ ഞാന്. പക്ഷേങ്കില് നിങ്ങൾ എന്റെ മനസ്സിൽ കുടുങ്ങിപ്പോയി. നിങ്ങൾ ഇന്നലെ എന്ത് പണിയാ കാണിച്ചേ? ഒരേ കയറി ഒന്ന് കയ്യേറ്റം നടത്താ. ഞാൻ ഇന്നലെ ഇടയ്ക്കറി വന്നില്ലായിരുന്നെങ്കിൽ മൊറോ കൊണ്ട് വരേണ്ടി വന്നേനെ, വാരിക്കൊണ്ട് പോവാൻ. അതെ, വാരേണ്ടി വന്നേനെ. നിന്റെ ആങ്ങളമാര് നിങ്ങൾക്ക് കുറുമ്പ് ഇത്തിരി കൂടുതലാ. അപ്പൊ നിന്റെ ആങ്ങളമാർക്കോ? പിന്നെ സൈഡ് പിടിച്ച് കൊടുത്താനും പറയല്ലേ. എന്റെ ആങ്ങളമാര് എനിക്ക് വലിയ തന്നെയാ. അപ്പൊ ഞാനോ? നിങ്ങള് അതിനേക്കാളും മേലെയാ. എന്ത് കണ്ടിട്ടാ നീ പറയുന്നത്? നിങ്ങളുടെ മനസ്സ് കണ്ടിട്ട്. ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില്, പ്രായത്തിലും ജാതിയിലും നിലയിലും ഒക്കെ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഞാനുമാണെന്ന് നമുക്ക് രണ്ടാക്കും അറിയാലോ. ഞാൻ വിളിച്ചാ നീ വരുവോ? വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ എല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം പോരും. ഞാൻ പോണു. എന്താടോ ഇത്ര സ്പീഡ്? വല്ലതും കണ്ടായിരുന്നോ? വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നേരും. ബോട്ട് കടവിൽ ഇറങ്ങാതെ ചന്തക്കവലയിലേക്ക് പോകാനും വരാനും ഒക്കെയല്ല. അറിയാലോ? അറിയാവേ. വെറുതെ ബിസിനസ് പൊളിക്കല്ലേ. പോ. നീ ആരെ കിട്ടുമെന്നാ പറഞ്ഞേ? ചന്തക്കവലയിലെ ചട്ടമ്പി മുതലാളിമാരുടെ കുഞ്ഞു പെങ്ങളെ. ഇതാ കെട്ടിയാല് കെട്ട് മുറുകത്തില്ലേ? കടുങ്കെട്ടാവരുത്. ആ വൈതലേ, നിന്റെ അച്ഛൻ വാസുള്ള ചട്ടമ്പി ദുർനടത്തക്കാരനായിരുന്നേലും കുടുംബക്കാരനായിരുന്നു. തറവാടും കുലവും ഗോത്രവും ഒക്കെ നോക്കുമ്പോ ചന്ത മുതലാളിമാരും മോശക്കാരല്ല. ദേ, വെറുതെ മുട്ടണ്ട. അഥവാ മുട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടിക്കോ, ഞാൻ ഒഴിവായേക്കാം. അല്ല, നായരിയക്കന് മുസ്ലിം പെണ്ണിനെ കെട്ടാൻ നസ്രാണി കൂട്ടു നിൽക്കുക. മതമൈത്രി ആയിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഉന്തിയും തള്ളിയും വള്ളം തൊഴിഞ്ഞൊക്കെ അങ്ങ് ജീവിച്ചോളാവേ. ദേ, കരക്കടിപ്പിക്കാം. എന്റെ പൊന്നുകുഞ്ഞ് വള്ളത്തിൽ നിന്ന് ഇറങ്ങ. താൻ പോടോ പൂളിന്താനെ. ഒരു മീൻ കച്ചവടക്കാരൻ ചെക്കന് നിന്റെ സൈനബാനെ നിക്കാതെ അയച്ചു കൊടുക്കാൻ മൗലവിക്കെന്താ അത്ര ധൃതി? അത് പണ്ടല്ലേ പോക്കറെ. ബോട്ടും വള്ളവും വലയുള്ള ഒരു മുന്തിയ മുതലാളിയപ്പവൻ. പുത്തൻ പണക്കാരന്റെ മടിശീലയിൽ വച്ചു കൊടുക്കാനല്ല ഞങ്ങളെ പെങ്ങളെ എന്റെ ഇക്കാമാരും ഞാനും പെണ്ണു പോലും കെട്ടാണ്ട് ഉള്ള സ്നേഹം മുഴുവനും കൊടുത്ത് ഇത്രയും കാലം വളർത്തിയതാ. അടങ്ങു മോനെ, നിങ്ങളുടെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാനും മൗലവിയും ഒക്കെ ഇത് പറയണേ. വാപ്പ ഇല്ലാത്തതിന്റെ സങ്കടം ഓളെ നിങ്ങൾ അറിയിച്ചിട്ടില്ല, നേര് തന്നെ. പക്ഷെങ്കില് ഉമ്മ ഇല്ലാത്തതിന്റെ കുറവ് തന്നെയാ. അത്രമാൻ സാഹിബിന്റെ മോക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോലെ നമുക്കും വിചാരമുണ്ടെന്ന് കൂട്ടിക്കൂടി. കൂടുതൽ ആലോചനയും പറച്ചിലും ഒന്നും വേണ്ട. അച്ചാരം വെപ്പിനുള്ള കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ നടക്കട്ടെ. എല്ലാം ആലോചനയാണോ തീരുമാനം? അതെ. എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി സഹിക്കേണ്ടി വരും. ഉപ്പൻ രാഘവനെ കുറിച്ച് കൊള്ളാവുന്ന കഥകളൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ചീത്തയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സൈനബ, പ്രായത്തിന്റെ മിടുക്കിൽ ഇതൊക്കെ തോന്നും. കുറെ കഴിഞ്ഞ് മടുപ്പെങ്ങാനും തോന്നിയ തള്ളിക്കളഞ്ഞ സമുദായത്തെയും സ്വന്തം ആങ്ങളമാരെയും ഒക്കെ ഓർമ്മ വരും. എന്നെ കൊണ്ടുപോകാൻ ധൈര്യമില്ലെങ്കിൽ പറഞ്ഞാ പോരെ? ധൈര്യം ഉണ്ടടി, വന്നോ. ഇപ്പൊ തന്നെ വള്ളത്തിലോട്ട് കയറിക്കോ, എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. എന്തൊക്കെയാ ഈ പറയണേ? പിന്നെ എങ്ങനെയാ പറയണ്ടേ? ഈ കരയിൽ നമ്മൾ ഒന്നിച്ചു കഴിയാൻ ആൾക്കാർ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ ഒളിച്ചോടണം. വേണം. കുറച്ചുനാള് ഒഴിഞ്ഞു നിന്നേ പറ്റൂ. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കാൻ ഒളിച്ചോടണം എന്നൊക്കെ പറഞ്ഞാല് പേടിച്ചിട്ടല്ല. ഇതിന്റെ പേരിൽ ഈ കര മുഴുവൻ തമ്മിത്തല്ലി കണ്ണീര് കുടിക്കുന്ന അവസ്ഥ നമ്മളായിട്ടുണ്ടാക്കരുത്. കുറെ നാള് കഴിയുമ്പോ എല്ലാരും എല്ലാം മറക്കും.
എന്റെ ഇക്കാമാർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. അവരെന്നെ തേടി വരും. ഒക്കെ നേരെയാവും. അവസാനത്തെ ബാങ്ക് വിളിക്ക് ഇക്കാമാര് പള്ളിയിലായിരിക്കും. അവസാനത്തെ ബോട്ടും പോയി കഴിഞ്ഞാല് കടലിൽ പിന്നെ ആരും കാണൂല. ഞാൻ വരും. നിങ്ങൾ കാത്തു നിൽക്കണം. നിക്കേ, എന്താ എന്റെ പരിപാടി? പിടികിട്ടില്ലേ? ഓളെ കൊണ്ടുപോകാൻ പോവാ. കൊണ്ടുപോയിക്കോളി, നീ കൊണ്ടുപോയിക്കോ. പക്ഷേങ്കില് ഒന്നുണ്ട്, നീ വിളിച്ചാല് ഓള് വരണം. എന്തേ? സൈനബ വന്നോളൂ. സൈനബ പറഞ്ഞില്ലേ? സൈനബ വരാൻ. സൈനബ വരാൻ. ഇല്ല, ഞാൻ മരുന്നില്ല. നിങ്ങളുടെ കൂടെ ഞാൻ മരുന്നില്ല. മരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സൈനബ വെട്ടാൻ.